ഹായ് ഫ്രണ്ട്സ്, അവർക്ക് പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ നമ്മുടെ പുതിയ അതിഥിയാണ് കേട്ടോ. ഇതാണ് പൈനാപ്പിൾ കുണിയൂർ, റെഡ് ഷെയ്ഡ് റെഡ് ഫാക്ടർ പൈനാപ്പിൾ കുണിയൂർ. ഇത് നമ്മളൊരു ബ്രീഡിംഗ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. 16,000 രൂപ 24,000 രൂപയൊക്കെ വില ഉണ്ടായിരുന്ന കിളിയാണ്. ഇപ്പം വില കുറഞ്ഞുകൊണ്ട് പണ്ട് തൊട്ടേയുള്ളൊരു ആഗ്രഹമായിരുന്നു ഇത് വേറെ സെറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിച്ചത്. അത് DNA ഉള്ള പെയറാണ് കേട്ടോ. മെയിൽ ഫീമെയിൽ കൺഫേം ആണ്. ഏതാണ്ട് യങ് പെയറാണ്. ഈ കൂട് നമുക്കൊരു 4 അടി നീളം, 2 അടി ഹൈറ്റ്, ഒരു 3.5 അടി ഹൈറ്റ്, 2 അടി വീതി, അങ്ങനത്തെ ഒരു കൂടാണ് നമുക്കിതിന് ആവശ്യം. കാരണം അതിന് പടർന്ന് നടന്നാലേ ഹെൽത്തി ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ചിന്നുവിനെ നിങ്ങൾ കണ്ടു കാണും, ബ്ലൂ പൈനാപ്പിൾ കുണിയൂർ. അപ്പോൾ അതേപോലത്തെ ഒരു പെയറാണ് ഇത്. ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ഈ കൂട്. ഈ കൂടൊക്കെ അടിക്കലൂടെ പൈസ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് റെഡിമെയ്ഡ് കൂട് കിട്ടും. ഇതിപ്പോൾ ഉള്ളിലൊക്കെ വെക്കുവാണെങ്കിൽ ബോക്സ് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും. ഇത് അകത്ത് പുറത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ബോക്സ് അകത്ത് വെച്ചിരിക്കുന്നത്. ഡോറിനോട് ഒരു മെഷ് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തടി തീർന്നേക്കാൾ ഇത് ഉണക്കാൻ സാധ്യതയാണ്. ഇതുകൊണ്ടൊരു ബോക്സ് ഉണ്ട്, അത്യാവശ്യം ബ്രീഡിങ് ആയിക്കോളും. പിന്നെ എപ്പോഴും സൈലൻറ്റ് ഏരിയ സ്ഥലത്തേ വെക്കാവുള്ളൂ ഇതിന്. മാക്സിമം നമുക്ക് 4-5 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ക്ലച്ച് കിട്ടും ബ്രീഡായി കഴിഞ്ഞാൽ. ബ്രീഡാകണം, സൈലൻറ്റ് ഏരിയ ആണെങ്കിൽ ബ്രീഡായിക്കോളും. നമുക്ക് ആൻഫുഡി ചിക്സാകുമ്പോൾ നമുക്കിത് കൊടുക്കാൻ പറ്റും. അറിയാമല്ലോ, കോഴി വളർത്തിയാണ് നമുക്ക് എല്ലാവരും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും നമുക്കൊരു ലാഭമുള്ള കാര്യമാണ്. നമുക്ക് ആൻഫീഡ് 6 കുഞ്ഞുങ്ങളെ ഇപ്പോൾ 1,500-2,000 റേഞ്ചൊക്കെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റും. റെഡ് ഫാക്ടറാണ്, നെഞ്ചത്ത് കണ്ട നല്ല റെഡാണ് ഇതിൻ്റെ. വൈകിട്ടായിട്ടമ്മോ പൈസ വേണ്ടേ? വൈകിട്ട് കാണാൻ നല്ല വൃത്തിയുള്ളൊരു പണിയാണ്. പണ്ട് കോക്കട്ടയിൽ കഴിഞ്ഞ കൊണിയൂർ, സൺ കൊണിയൂർ, അതിനൊക്കെ ഏറ്റവും താഴ്ന്ന ഇതിലുള്ള ഇതാണ് കൊണിയൂർ. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. ഇവരെ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങൾ ഒക്കെയാണ് കൊടുക്കുന്നത്. പാർക്കിനും വേണമെങ്കിൽ ഇവർ സെറ്റ് ചെയ്യാം. ഒരു പേർ കുറച്ച് സ്ഥലം മതി. ഇതേപോലെ ഇവിടെ സൈലൻ്റ് ആയിട്ട് ഏരിയ വെച്ച് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഒരു 2 ചട്ടി, ഇത് സൺഫ്ലവർ സീഡ് ഇടുന്ന, മറ്റേത് ഫ്രൂട്ട്സ് വെജിറ്റബിളൊക്കെ ഇടാം, മറ്റേ വെള്ളം വെക്കാം. അങ്ങനെ ഒരു 3 പാത്രം ഉണ്ടെങ്കിൽ നമുക്കത് ഫുഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ കൂടുതൽ വീതി കണ്ടില്ലേ, ഹൈറ്റ് വേണം, പിന്നെ പറക്കാൻ പറ്റണം. അതിനകത്ത് മെയിനുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങോട്ട് ഇവിടുത്തെ പറന്ന് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.